ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി നോക്കിയാലോ. നുറുക്ക് ഗോതമ്പും നേന്ത്രപ്പഴമാണ് കേട്ടോ ഈ സ്നാക്കിലെ പ്രധാന രണ്ട് ചേരുവകൾ. ഇത് രണ്ടിൻ്റെയും ഹെൽത്ത് ബെനിഫിറ്റ് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. ഈ ഒരു സ്നാക്കിൽ നുറുക്ക് ഗോതമ്പ് ചേർത്തിട്ടുണ്ടെന്ന് തരി പോലും അറിയില്ല. നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിൽ കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുതേ. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടും. അപ്പം ഇനി വേഗം നമുക്ക് റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് 1 കപ്പ് നുറുക്ക് ഗോതമ്പ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇടണം. 2 മണിക്കൂർ നേരമാണ് വെള്ളത്തിലിട്ട് വെക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് അത്രയും സമയം ഇല്ല എങ്കിൽ 1/2 മണിക്കൂർ നേരം തിളച്ച വെള്ളത്തിൽ കുതിർക്കാനായി ഇട്ടാൽ നുറുക്ക് ഗോതമ്പ് പെട്ടെന്ന് തന്നെ കുതിർന്നിട്ടു. അപ്പോൾ അത് കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് പഴത്തിൻ്റെ മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് നെയ്യൊഴിച്ച് ചൂടായാൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ചോപ്പ് ചെയ്ത് ചേർത്താൽ നല്ലതായിരിക്കും. അണ്ടിപ്പരിപ്പിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി നല്ലപോലെ മൂപ്പായി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. തേങ്ങയുടെയും കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 ടീസ്പൂൺ, അതായത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് ഇത് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. ഈ പഴത്തിൻ്റെ മിക്സിൽ തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പഴം മാത്രമായാലും ടേസ്റ്റൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പഴം ഇല്ലാതെയും നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാം. പഴം നന്നായി ഒന്ന് വാടി വരുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റാൻ ശ്രദ്ധിക്കണേ. ഇപ്പോൾ അത് നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അടുത്തായിട്ട് കുതിർക്കാനായിട്ട് വെച്ചിരുന്ന നുറുക്ക് ഗോതമ്പ് നല്ല പോലെ വെള്ളം വറുത്തെടുക്കാം. ഇത് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് മാറ്റാം. അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വരെയൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ഫ്ലേവറിനായിട്ട് 2 ഏലക്കായ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മധുരം ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടി 2 നുള്ളി ഉപ്പാണ്. നമ്മുടെ സ്നാക്കിന് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതിന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ആവിയിൽ വെച്ചോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ നേരിട്ട് ഒഴിച്ചോ വേവിച്ചെടുക്കാം. ഞാനിന്നിത് മൈക്രോവേവ് ഓവനിൽ വെച്ചാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. മൈക്രോവേവ് ഓവനിലാവുമ്പോൾ 10 മിനിറ്റിനുള്ളിലായിട്ട് നമുക്കിത് റെഡിയായി കിട്ടും. സ്റ്റീം ചെയ്തും അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാനിൽ നേരിട്ട് ഒഴിച്ചും വേവിക്കുന്ന ഒരുപാട് സ്നാക്ക് റെസിപ്പികൾ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മറ്റ് സ്നാക്ക് റെസിപ്പികളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇത് തീർച്ചയായിട്ടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി തന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.